ഹായ് ഗായ്സ്, എല്ലാവർക്കും ദ ചൂസ് യൂണിവേഴ്സ് ആൻഡ് ഡാൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ക്യൂട്ട് ഡയറിയാണ്. എങ്ങനെയാണ് നമുക്കൊരു ക്യൂട്ട് ഡയറി വീട്ടിലുണ്ടാക്കാൻ പറ്റുക നോക്കാം. ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാവും. മാത്രമല്ല എനിക്ക് സുഖമില്ല കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്കിഷ്ടമുള്ള കളർ പേപ്പർ എടുത്തിട്ട് നമുക്ക് വേണ്ട വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. കളർ പേപ്പറിന് നോർമൽ വലുപ്പത്തിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ A4 പേപ്പർ എടുത്തിട്ട് ഈ ഒരു കളർ പേപ്പറിൻ്റെ വലുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇപ്പം ഞാനിത് കട്ട് ചെയ്ത് വെച്ചതാട്ടോ. തേർഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്കിത് പിൻ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇത് പിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണമായിരുന്നു, എന്നോട് പറയാൻ മറന്നുപോയതാണ്. ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. നമുക്ക് കറക്റ്റ് പേപ്പറിൻ്റെ ആ ഒരു ഇതിൽ കിട്ടൂല, കളർ പേപ്പറിൻ്റെ രീതിയിൽ ആ ഒരു ഷേപ്പ് കിട്ടൂല. അതിനെ കൊണ്ട് നമ്മൾ സിസേഴ്സ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യണമായിരുന്നു. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ അത് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്തിനാന്ന് വെച്ചാൽ എന്നാലൊരു വൃത്തി ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പേജ് മറഞ്ഞു പോവും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. സോ ഞാനെല്ലാം അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ചെയ്യേണ്ട ഡെക്കറേഷൻസ് ആണ്. ഡെക്കറേഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം കേട്ടോ. പക്ഷെ ഞാൻ ചെയ്യുന്നതും കൂടി കാണിച്ചു തരാം. ഇതിനു മുമ്പ് നമ്മൾ സ്റ്റിക്കർ കളക്ഷൻ്റെ വീഡിയോ ഇട്ടിരുന്നു കേട്ടോ, അത് എല്ലാവരും ഒന്ന് കാണണേ. ഇനി നമുക്ക് വേണ്ട കളർ സ്റ്റാർസൊക്കെ എടുത്തിട്ട് ഈ പേപ്പറിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി സ്റ്റിക്കേഴ്സ് ഇല്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഇതേപോലെ സ്റ്റാർസ് വരച്ചിട്ട് ഒട്ടിച്ചാൽ മതി. പിന്നെ ഞാൻ ഫൂഡിയ പാർട്ടി എന്നുള്ള ഒരു സ്റ്റിക്കർ പാക്കിൻ്റെ അകത്തുനിന്ന് ഒരു സ്റ്റിക്കർ കൂടെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റിക്കർ കളക്ഷൻ്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഒരു സ്റ്റിക്കറും കൂടെ എടുത്ത് ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു സ്റ്റിക്കറാണ്. ഇത് നമ്മൾ എവിടെ ഒട്ടിക്കും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ വയ്ക്കാമല്ലേ, അത് ഇവിടെയല്ലേ കുറച്ച് ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്നത്, അവിടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇവിടെ കുറച്ച് ഭാഗം ബ്ലാങ്ക് ആയിട്ട് വരുന്നില്ലേ, അവിടെ നമുക്ക് പേരെഴുതിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഞാൻ അച്ഛന് വേണ്ടിയിട്ടുണ്ടാക്കിയതാട്ടോ. അതേപോലെ ഇത് അമ്മയ്ക്കും വേണ്ടിയിട്ടുണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഇതിൽ അച്ഛൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്, അമ്മേൻ്റെ പേര് എഴുതതിൽ. ഇത് പാരൻസിനും പിന്നെ ഫ്രണ്ട്സിനും ഒക്കെ ബർത്ത്ഡേ വരുമ്പോൾ ഒക്കെ കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി ഗിഫ്റ്റാണ്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്നൂടെ പറഞ്ഞുതരാം. ഈ ഒരു നെയിമിൻ്റേത് ഫസ്റ്റ് നമ്മളൊരു കുഞ്ഞി പേപ്പർ കട്ട് ചെയ്തെടുക്കുക, ഈ ഒരു വലുപ്പത്തിൽ കേട്ടോ. ഞാൻ പേര് എഴുതിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിൻ്റെ മുകളിലോട്ടുള്ള പേരായിരുന്നു എഴുതേണ്ടത്. ഇനി ഞാൻ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ചെറിയ ഹാർട്ട്സും പിന്നെ വലിയ ഹാർട്ട്സും വരച്ചു കൊടുത്തിട്ടുണ്ട്. വലിയ ഹാർട്ട്സ് ശരിയായില്ല എല്ലാം വരച്ചത്. അതിനുശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് സെലോ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കണം. ആ സൈഡിലുള്ള സെലോ ടാപ്പൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണേ. സൈഡ് കട്ട് ചെയ്തു. ഇനി അതിൻ്റെ ബാക്ക് സൈഡിൽ ഗ്ലൂ തേച്ച് ഒട്ടിച്ചു കൊടുക്കണം. ഫൈനൽ ലുക്ക് ഇതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കേട്ടോ. മറക്കാതെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വീട്ടിൽ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ചെയ്ത് നോക്കണം. വേണേൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്റ്റിക്കേഴ്സൊക്കെ ആഡ് ചെയ്ത് കളർഫുള്ളൊക്കെ ആക്കാൻ പറ്റും. അതിൻ്റെ തന്നെ അകത്തായിട്ട് ഞാനിങ്ങനെ ഹാർട്ട് പോലെയൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ വീഡിയോ എല്ലാവരും ഷെയറും ലൈക്കും ചെയ്യണേ പ്ലീസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ ബൈ.